നമസ്കാരം. 7 ടൈംസിലേക്ക് എല്ലാവർക്കും ഹാർദവമായ സ്വാഗതം. എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. മെഹറാജ് ടെക്സ്റ്റൈൽസ് പ്രസന്റഡ് ബൈ വോയിസ് ഓഫ് യൂത്ത്. ഇന്ന് നമ്മൾ പുതിയ ക്വസ്റ്റ്യനുമായിട്ടാണ് വന്നേക്കുന്നത്. ഇന്നത്തെ ചോദ്യം, യൂത്തിന് ഓണത്തെ പറ്റി എന്തറിയാം? നമുക്ക് അവരോട് തന്നെ ചോദിച്ചറിയാം. പണ്ടെന്ന് പറഞ്ഞാൽ സദ്യ കൊണ്ടിട്ട് കൂട്ടുകാരെല്ലാവരുമായിട്ട് കളി, ഓണക്കളികള്, അത്തപ്പൂക്കെ തന്നെ ഇടുന്നത് നാട്ടിലെല്ലാ വീട്ടിൽ കയറി പൂ പറിച്ച് ഇങ്ങനെയൊക്കെയാണല്ലോ അത്തപ്പൂ ഇടുന്നത്. അത്തപ്പൂ തന്നെ ഇടുന്ന തന്നെ ഒരു മത്സരമായിരുന്നു. റെഡിമെയ്ഡ് പ്ലാസ്റ്റിക് പൂക്കളായി. മറ്റേത് ഏറ്റവും നല്ല അത്തപ്പൂ ഇടുന്ന ആൾക്ക് സമ്മാനം ഉണ്ടായിരുന്നു. അത് കിട്ടാൻ വേണ്ടി മത്സരമായിരുന്നു. എനിക്ക് കിട്ടണോ വിളിച്ചു പോയി നോക്കും, അത്തപ്പൂ ഉള്ളാവോ, നമ്മളത്തപ്പൂ ഉള്ളാവോ. പിന്നെ സദ്യ കൊണ്ടിട്ട് അങ്ങ് ഇറങ്ങും. എല്ലാ വീട്ടിലും കൂട്ടുകാരെ വീട്ടിലൊക്കെ പോയി എല്ലാ വീട്ടിലും പായസമൊക്കെ കുടിച്ച് ഓണം ആഘോഷിച്ച് ഓണക്കളികള്. പിന്നെ ഓണത്തിന് ഏറ്റവും വലിയ പ്രത്യേകത അമ്മയുടെ വീട്ടിൽ പോവാന്നുള്ളതാണ്. തിരുവോണം കഴിഞ്ഞാൽ അടുത്തത് അമ്മയുടെ വീട്ടിലാണ്. വെക്കേഷൻ അടിച്ചു പൊളിച്ച് അവിടെ ഒരു ദിവസം നിന്ന് പിന്നെ അവിടുന്ന് പൈസ കിട്ടും. ഓണത്തിന് അച്ഛനും അമ്മാമ്മമാരൊക്കെ പൈസ തരും. അത് വെച്ചിട്ടായിരിക്കും അടുത്ത പരിപാടി. ഓരോ സാധനങ്ങൾ വാങ്ങുക. ആ പൈസക്കാണ് നമ്മൾ പോണത്. എനിക്ക് പണ്ട് മുതലേ തിരുവോണ സദ്യ കൊണ്ട് കഴിഞ്ഞ് TV സിനിമ രാവിലെ പോലും വൈകുന്നേരം വരെ സിനിമ കാണും. പിന്നെ ആകെ ഉള്ളതെന്ന് ഇതിന് അമ്മയുടെ വീട് കൊല്ലമാണ്. അവിടെ പോകുമ്പോൾ ഇതുപോലെ നമ്മളെ വീട്ടിലൊന്നും ഊഞ്ഞാലൊന്നും കെട്ടാറില്ല. പക്ഷെ അവിടെ ഊഞ്ഞാല കെട്ടി ആടും. ഇപ്പൊ പിന്നെ അതും ഇല്ല. ജസ്റ്റ് ഉണ്ണുന്നു, വൈകുന്നേരം എവിടെയെങ്കിലും വന്നിരിക്കുന്നു. പൂക്കളം ഞങ്ങള് കഴിഞ്ഞ പ്രാവശ്യം എനിക്ക് ആദ്യമായിട്ട് ഞാൻ ഇട്ടതാണ്. നമ്മളെ വീട്ടിൽ അങ്ങനെ ഇടാനൊന്നും പറ്റൂല. പക്ഷെ ഇപ്രാവശ്യം ഇടണമെന്നൊക്കെ പറഞ്ഞോണ്ടിരിക്കുന്നു. പിന്നെ നമ്മുടെ ജോലി തിരക്കിലൊന്നും നമുക്ക് സമയം കിട്ടുന്നില്ല. ഓണസദ്യയൊക്കെ നിങ്ങൾ തന്നെ ഉണ്ടാക്കാൻ നമ്മൾ അങ്ങനെ വെളിയിൽ നിന്ന് വാങ്ങിക്കുന്ന പരിപാടിയൊന്നുമില്ല. ഞങ്ങളുടെ വീട്ടിലെല്ലാം കൂടെ 9 പേരുണ്ട്. ഞങ്ങൾ 9 പേരുണ്ട്. ജോയിന്റ് ഫാമിലിയാണ്. ഇപ്പോഴും സദ്യ എന്തൊരു വിഷയം. ഓണം എന്താന്ന് വെച്ചാൽ എന്താ, കുഞ്ഞുനാൾ മുതലേ നമ്മൾ ഫാമിലി മെമ്പേഴ്സ് എല്ലാവരും കൂടി ഒരു ആഘോഷിക്കുന്ന ഒരു ട്രഡീഷണൽ ആയിട്ടുള്ള ഒരു ഇതാണ്, ഒരു സംഭവമാണ് ഓണം. ഓണം അടിച്ചു പൊളിക്കുക, അത്രേ ഉള്ളൂ എനിക്ക് പറയാനുള്ളത്. പൂക്കളിടണം, അത്തമിടണം, അങ്ങനെ കിടണം. പടം വലിക്കാനൊന്നും ഇഷ്ടമാണ്. ഊഞ്ഞാലൊക്കെ ആടുക, സദ്യ കഴിക്കുക, ഓണസദ്യ കഴിക്കുക, പായസം കഴിക്കുക. അത്തപ്പൂക്കളം, തിരുവാതിര, പിന്നെന്തോന്നാണ് നമ്മൾ പണ്ട് സദ്യ വീട്ടിലാണ് എല്ലാവരും അറേഞ്ച് ചെയ്തിരുന്നത്. ഇപ്പൊ സദ്യ അങ്ങനെയല്ല, നമ്മൾ റെഡിമെയ്ഡായിട്ട് സദ്യ വെളിയിൽ നിന്ന് വാങ്ങിക്കുന്നുണ്ട്. അതുപോലെ തന്നെ എന്താണ്, അത്തം ഇടുന്നത് തന്നെ ഇന്നലെ തന്നെ ഞാനൊരു വീഡിയോ കണ്ടതാണ്. നോക്കുമ്പോഴത്തേക്ക് അത്തം ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പക്ഷെ അത്തം അല്ല, അത് പൂ വെച്ച് തന്നെയാണ് ചെയ്യുന്നത്. പക്ഷെ അത് വരച്ചിട്ട് പ്ലാസ്റ്റിക്കിൽ അങ്ങനെ ചെയ്യുന്നുണ്ട്. അപ്പൊ നമ്മളിൽ നിന്നിപ്പോ അത് അന്യാധീനമായിക്കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ്. റിലേറ്റീവ്സിന്റെ വീട്ടിൽ പോകും, ഊഞ്ഞാലാടും, നമ്മളെല്ലാരും ഒത്തുചേർന്ന് സദ്യ കഴിക്കും. ഇപ്പൊ അങ്ങനെയല്ല, ഓരോരുത്തർ ഫ്ലാറ്റ് സദ്യ ഓർഡർ ചെയ്യുക, വാങ്ങിക്കുക, കഴിക്കുക. ആർക്കും ഒന്നിനും സമയമില്ല. സ്വന്തം മക്കളെ കെയർ ചെയ്യാനേ സമയമില്ല. നമ്മുടെ ആ ഒരു ടൈമിലൊക്കെ ആണെങ്കിൽ കുറച്ച് ഫാമിലി ആയിട്ടൊക്കെ കുറച്ചുകൂടെ ഇതായിരിക്കും. ഓണം ടൈമിലൊക്കെ നമ്മൾ വെക്കേഷൻ ടൈമിലൊക്കെ അല്ലേ എല്ലാവരും ഒത്തുകൂടുക. അങ്ങനത്തെ ഒരു ആഘോഷം എന്ന് പറയുന്ന ഒരു ഇതല്ലേ ഓണത്തിനൊക്കെ നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുക. പിന്നെ ഫ്രണ്ട്സ് കാണും, അടുത്ത് തന്നെ നമ്മുടെ നെയ്ബേഴ്സ്, അങ്ങനെയൊക്കെ ആയിരിക്കും നമ്മൾ ഓണം സെലിബ്രേറ്റ് ചെയ്യുക. പക്ഷെ ഇപ്പോൾ കുറച്ചുകൂടി സിസ്റ്റമാറ്റിക് ആയി എല്ലാം. ഒന്നിനും ആർക്കും സമയമില്ല ശരിക്കും പറഞ്ഞാൽ. സദ്യയൊക്കെ ഓർഡർ ചെയ്യുക, അത്തപ്പൂക്കളം ഇടാനാണെങ്കിൽ പഴയ ആ ഒരു വൈബ് എന്തായാലും ഇപ്പോഴത്തെ ഓണത്തിന് ഇല്ല. ഇപ്പോഴത്തെ കുട്ടിക്ക് അതിനെപ്പറ്റി അറിയത്തില്ല എന്നാണ് എൻ്റെ ഒരു ഇത്. இங்க பொறுத்த அளவுக்கு ஓணம் சூப்பராயிட்டு இருக்கு. அது எப்படி உங்க ஊர்ல? எங்க ஊர்ல வந்து தீபாவளி, பொங்கல் தான். இது ஓணம் வந்து நல்லா ஸ்பெஷல் ஆயிட்டு சூப்பர் ஆயிட்டு இருக்கு. நல்லா பூக்கோலம் போட்டு நல்லா അത് എങ്ങനെ സൂപ്പർ ഓണം. തലമുറയ്ക്ക് ഓണം വലിയ പുത്തിരിയല്ല. അതെ. എന്നുവെച്ചാൽ അവർക്ക് എന്ത് ഓണം. അതെ. പഴയ കാലത്തെ ജനറേഷൻ ഓണം എന്ന് പറഞ്ഞ വർഷത്തിൽ അത് വരാൻ കാത്തിരിക്കുന്ന ഒരു കാലഘട്ടമുണ്ട്. അതിന് വിഭിന്നമാണ് ഇപ്പോഴത്തെ ജനറേഷൻ. എനിക്ക് ഏകദേശം ഇപ്പോൾ ഒരു 59 വയസ്സുണ്ട്. അപ്പോൾ എൻ്റെ കുഞ്ഞുനാളിലെ ഓണം എന്ന് പറഞ്ഞത് വളരെ കളർഫുള്ളായ ഒരു ഓണമായിരുന്നു. കാരണം വളരെ പ്രതീക്ഷയോട് കാത്തിരുന്ന് വരുന്ന ഒരു ഓണം. ആ ഓണം എന്ന് പറഞ്ഞത് അതിന്റെ നൊസ്റ്റാൾജിയ ഒന്ന് വേറേതാണ്. ഇന്നത്തെ തലമുറയ്ക്ക് എന്ന് പറഞ്ഞത് മയക്കുമരുന്നിന്റെയും അങ്ങനെയുള്ള എല്ലാ ആക്ടിവിറ്റി ഉള്ള തലമുറയാണ്. അപ്പൊ അതിനേക്കാൾ അവർക്ക് എന്ന് പറഞ്ഞാൽ അവർക്ക് ഓണത്തിനോട് വലിയ താല്പര്യമില്ല. പ്രത്യേകിച്ച് എന്ന് വെച്ചാൽ എല്ലാ ദിവസവും അവർക്ക് ഓണമാണ്. അവരുടെ കയ്യിൽ പൈസ ഉണ്ട്, എല്ലാ ദിവസവും ഓണം. പഴയ ജനറേഷന് പൈസയില്ല. അപ്പൊ ഓണം വരിക എന്ന് വെച്ചാൽ ഓണത്തിന് ഒരു വർഷം കാത്തിരിക്കണം. ഓണക്കോടി കിട്ടാനായാലും എന്തിനും, എന്തിനായാലും, അതായത് വട്ടക്കിളി കളിക്കാനായാലും സദ്യ ഉണ്ണാനായാലും ഊഞ്ഞാലാടാനും അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും. അതെ. ഇപ്പോഴത്തെ ഓണം എന്ന് പറയാം, പണ്ടൊക്കെ ഓണം എന്ന് പറയാം കാണം വിറ്റ് ഓണം ഉണ്ണണമെന്നായിരുന്നു പണ്ട് പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷെ ഇപ്പം കാണം വിറ്റിട്ടല്ല, ഇപ്പൊ എന്ത് വിറ്റിട്ടായാലും ഓണം ഉണ്ണാൻ പറ്റില്ല. കാരണം വിലക്കയറ്റം. ഒന്നാമത് നമ്മുടെ ജനസമൂഹത്തിന്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറയുന്നത് വളരെയധികം ബുദ്ധിമുട്ടാണ്. അപ്രോക്സിമേറ്റ്ലി അല്ലേ? സദ്യ ഒരുക്കാനാണെങ്കിൽ തന്നെയും ഒരു സാധാരണക്കാരൻ്റെ ഒരു കുടുംബത്തിന് ഒരു ഓണം ഒരുക്കണമെന്നുണ്ടെങ്കിൽ അവനെ സംബന്ധിച്ചിടത്തോളം
ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ മേടിക്കുന്നതിനുള്ള ഒരു എമൗണ്ട് ചാർജ്, ഒരു എമൗണ്ട് ഉണ്ടാവും. വീടിന് ടാക്സ്, അതുകൂടാതെ മറ്റുള്ള വണ്ടിയുടെ EMI ഒക്കെ അതിനൊക്കെ അപ്പുറം. അവന് മക്കളുണ്ടെങ്കിൽ അവൻ്റെ മക്കൾക്ക് മേടിക്കാനുള്ള ഡ്രസ്സിന്റെ വില, അതുകൂടാതെ മറ്റുള്ള കാര്യങ്ങളെല്ലാം ഓർഗനൈസ് വരുമ്പോഴത്തേക്കും സാധാരണക്കാരനായ ഒരുത്തിന് ഇത് അഫോർഡബിൾ ആയിട്ടുള്ള ഒരു ഓപ്ഷൻ അല്ല ഇപ്പോഴത്തെ അവസ്ഥയിലുള്ള ഓണം. അത് കാരണം പണ്ട് കാണം വിറ്റ് ഓണം ഉണ്ണണം എന്നുണ്ടെങ്കിൽ കാണം വിറ്റിട്ടല്ല ഓണം ഉണ്ണണ്ട. ഇപ്പോൾ കാണം വിറ്റാലും ഇപ്പോൾ ഓണം ഉണ്ണാൻ പറ്റില്ല, കുടുംബം വിട്ടാലും പറ്റില്ല, കുടുംബം വിറ്റാലും ഉണ്ണാൻ പറ്റില്ല. അത്ര തന്നെ. നോർമലി ഒരച്ചാറുണ്ടാക്കുക, ഒരച്ചാറും ചോറും മേടിച്ചിട്ട് ചോറ് അരി മേടിക്കുക, ചോറുണ്ടാക്കുക, ചോറുണ്ടാക്കിയതിന് ശേഷം ഒരു അച്ചാറും കൂട്ടി സൗകര്യമായിട്ട് അവനവന്റെ കുടുംബത്തിൽ അവന്റെ കുഞ്ഞുങ്ങളുടെ ഒപ്പം സമാധാനത്തോടെ കഴിക്കാൻ പറ്റുമോ, അതാണ് നോർമൽ ഓണം എന്നെ സംബന്ധിച്ചിടത്തോളം. ഇന്നത്തെ ഓണം അതേപോലെ അല്ല, തീർച്ചയായിട്ടും അതേപോലെ അല്ല. ഇപ്പം വെച്ചാൽ എല്ലാം നമ്മളെ ഈ എല്ലാവരും മൊബൈലും കമ്മ്യൂണിക്കേഷൻ അങ്ങനെയൊക്കെ ആയിപ്പോയി. പണ്ടൊക്കെ ഓണത്തിന് പുറത്ത് പോയി കളിക്കും, അല്ലാതെ പിള്ളേരായിട്ട് ഓണക്കളിയും അത്തപ്പൂ. ഇപ്പം അങ്ങനെയൊന്നുമില്ല, എല്ലാവരും മൊബൈലിലാണ് എല്ലാം നോക്കുകയും ഓൺലൈനിലേക്കാണ് ഗെയിം കാര്യങ്ങൾ. അതെ, സദ്യ ബുക്ക് ചെയ്യുക. ഫസ്റ്റ് ഓഫ് ഓൾ എല്ലാവർക്കും ഹാപ്പി ഓണം. ഇതിപ്പോ നമുക്ക് തന്നെ കാണാം, ഇതിപ്പം 21st സെഞ്ചുറീസ് മാറുന്നതനുസരിച്ച് എല്ലാത്തിനും ചേഞ്ചസ് ഉണ്ട്. നേരത്തെ എല്ലാം നമുക്ക് ഇൻസ്റ്റന്റ് ആയിട്ട് നമ്മൾ എടുക്കുന്ന കാര്യങ്ങളായിരുന്നു, ഇപ്പൊ എല്ലാം റെഡിമെയ്ഡ് ആണ്. ഇവൻ കഴിഞ്ഞ ദിവസം ഞാനൊരു റീല് കണ്ടായിരുന്നു, അത്തപ്പൂക്കളം വരെ ഇൻസ്റ്റന്റ് ആയിട്ട് കിട്ടുന്ന സമയമാണ്. അപ്പോൾ നമ്മുടെ ജനറേഷൻ എന്ന് വെച്ചാൽ രാവിലെ എഴുന്നേൽക്കുക, കുളിക്കുക, തൊടിയിലിറങ്ങുക, പൂക്കൾ പറിക്കുക, അത്തം ഇടുക, ആ ഒരു ലൈക്ക് ഇറ്റ്സ് എ നൊസ്റ്റാൾജിക്. അത് നമുക്കിനി ഒരിക്കലും റിട്ടേൺ കിട്ടത്തില്ല. അപ്പൊ ഇനി വരുന്ന ജനറേഷനൊക്കെ അത് ജസ്റ്റ് ഒരു മെമ്മറീസ് ആണ്. ഇവൻ നമ്മൾ പറയുമ്പോൾ ഓക്കെ അങ്ങനെയൊക്കെ ഉണ്ടായിരുന്ന ഒരു എക്സാജറേഷൻ ആണ്. സോ അതൊക്കെ തന്നെയാണ്. പിന്നെ മാറ്റം എല്ലാത്തിനും അനുസരിച്ച് മാറ്റം വരണമല്ലോ. അല്ല, നമ്മളിപ്പോ വീട്ടിൽ തന്നെ ചെടികൾ കുറച്ച് നട്ട് വളർത്തി പിള്ളേർക്ക് ഒരു അത്തപ്പൂക്കൾ നമ്മളായിട്ട് ഒരുക്കി കൊടുക്കുമ്പോൾ അത് ആക്ച്വലി അത് നമുക്ക് പ്രാക്ടീസ് ചെയ്യാവുന്നതാണ്. കാരണം നമ്മളെ കണ്ടിട്ടാണ് നമ്മുടെ പിള്ളേര് ചെയ്യുന്നത്. സോ ഡെഫിനറ്റ്ലി നമ്മളൊരു അങ്ങനെ ഒരു ഇത് ഉണ്ടാക്കി എടുക്കുവാണെങ്കിൽ മേ ബി അവരും ചെയ്യുമായിരിക്കും. പക്ഷെ എല്ലാവരും അത് ചെയ്യണമെന്ന് നമുക്ക് നിർബന്ധം പിടിക്കാൻ പറ്റില്ല. അത് മാത്രമല്ല, ഇപ്പം എന്റെ വീട് എനിക്ക് മുറ്റമുണ്ട്, എനിക്ക് തൊടിയുണ്ടെങ്കിൽ അത് ചെയ്യാം. പക്ഷെ ഫ്ലാറ്റിൽ നിൽക്കുന്ന പിള്ളേർ എന്തോ ചെയ്യില്ല. നമുക്ക് മക്കൾക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന ഡെഫിനറ്റ്ലി നമ്മുടെ മെമ്മറീസ് അവർക്ക് ഷെയർ ചെയ്യാൻ പറ്റുക. സോ അവർക്ക് എന്താണോ അവരുടെ സമയത്ത് ചെയ്യാൻ പറ്റുന്ന ലെറ്റ് ദം ഡു ദാറ്റ്. ബാക്കിയൊക്കെ ഡിപ്പെൻഡ്സ് ഓൺ ദം ഓൺലി. അത്രേ ഉള്ളൂ. ഓണം എന്ന് വെച്ചാൽ കുറെയൊക്കെ എന്തോ ആർട്ടിഫിഷ്യാലിറ്റി ആയിട്ടുണ്ട്. കാരണം ഇപ്പൊ തന്നെ സദ്യയുടെ കാര്യത്തിന് ആരും മെനക്കെടാൻ നിൽക്കത്തില്ല, എല്ലാവരും ഓർഡർ ചെയ്ത് അതിനനുസരിച്ച് കാറ്ററിംഗുകാരും വളരുന്നുണ്ട്. ആ ഒരു രീതിയാണ്. പിന്നെ എന്താ പറയാ, ഈ വട്ടം തന്നെ ഓണം ഇപ്പൊ വയനാട്ടിലേതുകൊണ്ട് നമുക്ക് ഓണം ആഘോഷം ചുരുക്കേണ്ടി വന്നു. അപ്പൊ അത് ഒരു കണക്കിന് നോക്കിക്കഴിഞ്ഞാൽ സംസ്ഥാന സർക്കാരിന്റെ ഒരു പോരായ്മയാണ്. ശരിക്കും പറഞ്ഞാൽ സർക്കാരിന്റെ കയ്യിൽ ഫണ്ട് ഇല്ലാത്തത് കൊണ്ടാണ് ഇത് ചുരുക്കി ഇതിൽ നിന്ന് ഫണ്ട് എടുക്കാൻ നോക്കുന്നത്. വേറെ തരത്തിൽ പ്രശ്നമായിട്ട് കാണണ്ട, എന്നാലും പറയുവാണ്. പിന്നെ പണ്ടത്തെ അപേക്ഷിച്ച് കുറെയൊക്കെ എല്ലാം മൊബൈലിലേക്കൊക്കെ മാറിയപ്പോ യാന്ത്രികമായി തുടങ്ങി, അതേ ഉള്ളൂ. അല്ലാതെ വേറെ നമ്മുടെ ഓണം അങ്ങനെ പ്രത്യേകിച്ച് വലിയ ആഘോഷമായിട്ടൊന്നും അല്ല. എന്നാലും നമ്മുടെ ഡ്യൂട്ടി സദ്യയൊക്കെ വീട്ടിൽ തന്നെ. പണ്ടുകാലത്ത് ഒരുപാട് ഓർമ്മകൾ ഉണ്ടായിരുന്നു. ഇപ്പൊ അതേ ഒരു വൈബ് ഇപ്പൊ ഇല്ല, മനസ്സിലായില്ലേ? അതേ ഉണ്ടായിരുന്നു. ഇപ്പൊ അതുപോലെ ഒരു വീട്ടിൽ നിന്നൊക്കെ പൂവറിച്ചുണ്ടോ? അതെ. പക്ഷെ ഇപ്പൊ ഫുള്ള് വാങ്ങി. അതായത് എന്റെ കുട്ടിക്കാലം ഓക്കെ ആയിരുന്നു, ഇപ്പോഴത്തെ എന്റെ മക്കളെ കുട്ടിക്കാലം ഓക്കെ അല്ല. അവർക്കിപ്പോ ഫോണ് മതി, ചോറ് കഴിക്കാനായാലും എന്തിനായാലും ഫോണ് മതി. വേറെ പണ്ട് ഓണം വന്നു കഴിഞ്ഞാൽ നമുക്ക് 10 ഓണത്തിന് 1 മാസം മുന്നേ നമ്മൾ ആ ഒരു വരവിന് വേണ്ടിയിട്ട്, ഈ വർഷം ഓണം കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അടുത്ത വർഷം ഓണത്തിന് വേണ്ടിയിട്ട് നമ്മൾ വെയിറ്റിംഗ് ആണ്. ഇപ്പോഴും ഓണം വരുന്നത് അറിയില്ല, പോണത് അറിയില്ല. അതാ ഇപ്പൊ ഈ കാർണിവല് വന്നപ്പോൾ നമ്മൾ അറിഞ്ഞു കാണുന്നത് ഓണമാണെന്ന്. അത്രയും പൂവൊക്കെ പറിച്ച് അങ്ങനത്തെ ഒരു ഇതാണ്. ഇന്ന് പറഞ്ഞാൽ ആരും അങ്ങനെ ഇന്റിമേറ്റ് ആയിട്ട് ഫാമിലി ഗെറ്റ് ടുഗദർ അങ്ങനത്തെ ഒന്നും വരുന്നില്ല. പ്രത്യേകിച്ച് എന്ന് പറഞ്ഞാൽ ഓണം, വിഷു അങ്ങനത്തെ കാര്യങ്ങളിലോട്ട് വരുമ്പോൾ സമയത്ത് എപ്പോഴും ഫാമിലി ആയിട്ട് ഒരു ഗെറ്റ് ടുഗദർ ആയിരിക്കും നമ്മൾ ഫോക്കസ് ചെയ്തിട്ടുണ്ടാവുക. പക്ഷെ ഇന്ന് അതിലോട്ട് എത്തുന്നില്ല. അങ്ങനെ ഒരു പ്രശ്നമായി തോന്നുന്നു. ഓണത്തെ ഓർമ്മകൾ റിലേറ്റീവ്സിന്റെ വീട്ടിലൊക്കെ പോകും. ഇല്ല, നമ്മുടെ കൂടുതലായിട്ട് നമ്മുടെ അമ്മയുടെ വീട്ടിലാണ് ആ സമയത്ത് പോവുക. കൂടുതലായിട്ട് ആ സമയത്ത് ഓണം എന്ന് പറയുമ്പോൾ അവിടേക്കാണ് പോവുക. അന്ന് ഓണക്കോടി അങ്ങനെയൊക്കെ അവിടെ നിന്ന് എടുത്തു തരുന്നു, അങ്ങനത്തെ ഇതിലോട്ട് പോകും. പക്ഷെ ഇന്ന് അങ്ങനത്തെ ഇതൊന്നും വരുന്നില്ല. റെഡിമെയ്ഡ് ആണ്. അതെ. അതെ. ഇപ്പൊ സദ്യയാണെങ്കിലും എല്ലാം എന്ത് റെഡിമെയ്ഡിലാണ്. അതെ. മാറ്റി പറഞ്ഞാൽ നമ്മൾ തന്നെയാണ്. ഇപ്പൊ ഇനി അടുത്ത് വരെ നമ്മുടെ തലമുറയാണ്. നമ്മളായിട്ടാണ് വീട്ടിൽ തന്നെ എല്ലാ കാര്യം ചെയ്യാൻ നോക്കുക. മാക്സിമം നമ്മൾ തന്നെ അവിടുന്ന് ഫുഡ് ആണെങ്കിൽ അല്ലാത്ത കാര്യങ്ങൾ നമ്മൾ തന്നെ ഉണ്ടാക്കാൻ നോക്കുക. പുറത്തുനിന്നത് ഡിപ്പെൻഡ് ചെയ്യാണ്ട് നോക്കുക. വേറെ കാര്യങ്ങൾ ഡിപ്പെൻഡ് ചെയ്യാണ്ട് നമ്മൾ തന്നെ സ്വയമായിട്ട് വീട്ടിൽ പ്രിപ്പയർ ചെയ്ത് ഇനി വരുന്ന തലമുറയ്ക്ക് അത് കാണിച്ചു കൊടുക്കാൻ നമ്മൾ ബാധ്യസ്ഥകളാണ്. ഒന്നും പറയാനായിട്ടില്ല. ഇപ്പൊ കുറച്ച് ഓരോ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്, അതിനനുസരിച്ച് നമ്മളും മാറണം. അതുപോലെ എനിക്ക് പറയാനുള്ളൂ. അല്ലാതെ പഴയ കാലത്തെ പിടിച്ചപ്പോഴും കെട്ടിപ്പിടിച്ചിരിക്കാൻ പറ്റത്തില്ലല്ലോ. ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു. അത് ഇപ്പോഴും ഉണ്ട്. ഞങ്ങളുടെ അവിടെ ക്ലബ്ബുകളിൽ എല്ലായിടത്തും ഇപ്പോഴും നടക്കുന്നുണ്ട്. ഓണം ആകുമ്പോ ഞങ്ങളുടെ നാട്ടിൽ ക്ലബ്ബുകളൊക്കെ ഉണ്ട്. റെഡിമെയ്ഡ് അല്ലേ?
സദ്യ നമ്മളിപ്പോ ഒരു ഹോട്ടലിൽ ഓർഡർ ചെയ്യുന്നു അതിപ്പോ ഓരോരുത്തരുടെ താല്പര്യം അനുസരിച്ച്. ഇപ്പൊ ചേട്ടന്റെ വീട്ടിൽ ഇപ്പൊ സദ്യ വെക്കണം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വെക്കാം. ഇപ്പൊ എന്റെ വീട്ടിൽ ഇപ്പൊ വെക്കണ്ടെന്നുള്ള എനിക്ക് ഇപ്പൊ കൂടുതൽ ഓപ്ഷൻ ഏതാ വെച്ചാൽ മേടിക്കാം. അപ്പൊ എനിക്ക് ആരെയും കൂടുതൽ ചൂസ് ചെയ്ത് വരുന്നത്, അതുകൊണ്ട് ഞാൻ മേടിക്കും. ഓരോരുത്തരുടെ താല്പര്യം അനുസരിച്ചിരിക്കും. സമയ ലാഭം. അത് തന്നെ ഞാൻ പറഞ്ഞത്. ഓണം ആഘോഷിക്കും. പൈസ ഉള്ളവര് വീട്ടിൽ തന്നെ കുക്ക് ചെയ്യുന്നുണ്ട്. ഇല്ലാത്ത എല്ലാം ശ്രമിക്കുന്നുണ്ടോ? ഉണ്ട്. ചേട്ടന്റെ ഒപ്പീനിയൻ നാളത്തെ തലമുറയ്ക്ക് വേണ്ടി ഈ പാഴ്സൽ ആക്കിയിട്ട് പോകണമെന്നാണോ അതോ ഓണം റിയാലിറ്റി ആയിട്ട് ആഘോഷിക്കണമെന്നാണ്? റിയാലിറ്റി ആയിട്ട് ആയിരിക്കും തന്നെയാണ് എല്ലാവർക്കും നല്ലത്. പിന്നെ എല്ലാം ഓരോരുത്തരുടെ താല്പര്യം പോലിരിക്കും. എന്ന് വെച്ചാൽ പഴയ കാര്യം കെട്ടിപ്പിടിച്ചോണ്ടിരിക്കാനും പറ്റത്തില്ല. പഴമയെന്ന് പറഞ്ഞാൽ നമ്മളുടെ പൂർവികന്മാർ നമുക്ക് തന്ന ഓർമ്മ നല്ല അല്ല ചേട്ടൻ. എന്നെ പഴമയെന്ന് വെച്ചാൽ എന്നെ ഉദ്ദേശിക്കുന്നത് നിങ്ങൾ പഴയ പോലെ കുമ്പളി കുത്തി തിരുന്ന് ചോറുണ്ടോ അങ്ങനെയാണോ ഉദ്ദേശിച്ചത്? അതല്ല അതല്ല, നമ്മുടെ ഒരു ട്രഡീഷണൽ ഉണ്ടല്ലോ നാട്ടിൽ. പോയി ഇല വെട്ടി നമ്മള് പോയി വീട്ടുകാരെ സഹായിച്ച് അങ്ങനെയുള്ള ഒരുപാട് നല്ല നല്ല ഓർമ്മകളില്ലേ പഴയ? അതിപ്പോ നമുക്കിപ്പോ ഒരു ഓണം തന്നെ വേണമെന്നില്ല, നമ്മളെല്ലാരും ഒരു കൂട്ടായ്മയായിട്ടിരിക്കണം, അങ്ങനെ ചെയ്യാം. ഓണം തന്നെ വരണമെന്നില്ല. ഓണം എന്ന് പറഞ്ഞാൽ മൺമറഞ്ഞ് അതിനു വേണ്ടിയാണ് ചോദിച്ചത്. അതിനിപ്പം നമ്മൾ തന്നെ എന്തെങ്കിലുമൊക്കെ ഇനിഷ്യേറ്റീവ് ചെയ്ത് മാറ്റണം, അതന്നെ ഉള്ളൂ. പണ്ടത്തെ ഓണം ഇപ്പോഴത്തെ ഓണം നല്ല വ്യത്യാസമുണ്ട്. സത്യം പറഞ്ഞ ഇന്നത്തെ കാലത്തിലെ കുട്ടികൾക്ക് പഴയ ഓണം, പ്യുവർ ആയിട്ടുള്ള ഓണം മിസ് ചെയ്യും. ഇപ്പൊ ഉള്ളത് റെഡിമെയ്ഡ് പൂക്കളമാണ്. ഞാൻ ഇന്നലെ യൂട്യൂബിൽ ഒരു വീഡിയോ ഉണ്ടായിരുന്നു. എന്നുവെച്ചാൽ നമുക്ക് എവിടെങ്കിലും റെഡി ടു ഫിക്സ് എന്നുള്ള രീതിക്ക് ഒരു കാർപ്പറ്റ് പോലത്തെ ഒരു സംഭവം പൂക്കളം കൊണ്ടുവന്ന് ഫിക്സ് ചെയ്യുന്നു. പക്ഷെ അതല്ല ആക്ച്വലി ഇന്നത്തെ കാലത്തിലെ കുട്ടികൾ കണ്ടു വളരേണ്ടത് അതൊന്നും അല്ല. നമ്മുടെ ചൈൽഡ്ഹുഡിൽ കണ്ട ഓണം തന്നെയാണ് ബെസ്റ്റ്, അത് തന്നെയാണ് സൂപ്പർ. നല്ല ഓർമ്മകളാണ്. നമുക്കായിട്ട് ചെയ്യാൻ പറ്റുമോ? അവനവന്റെ കുട്ടികൾ അങ്ങനെ അവനവന്റെ വീട്ടില് ചെയ്യാ. അവനവന്റെ വീട്ടില് ചെടി നട്ട് പൂ പിടിപ്പിച്ച് മക്കൾക്ക് അതെ അതന്നെ പറ്റുള്ളൂ. ഇത്തവണ ഓണം എങ്ങനെയാണ് ആഘോഷിക്കുന്നത്? റെഡിമെയ്ഡ് ആണോ അതോ വീട്ടില് തന്നെയാണ്. പൂ അത്യാവശ്യം കുറച്ച് പൂവൊക്കെ ഉണ്ട്. ഉള്ളതുകൊണ്ട് ചെറിയൊരു അത്തമ്മക്ക് വേണ്ടിയിട്ട് ചെയ്യും. ഇന്ന് എന്റെ വീട് നെടുമങ്ങാടാണ്. അവിടെ ക്ലബ്ബൊക്കെ ഉണ്ട്. ഇവിടെ വീട് കോട്ടകുന്ന് വെഞ്ഞാറമൂട്, അവിടെയും ക്ലബ്ബൊക്കെ ഉണ്ട്. വലിയ മാറ്റം വന്നിട്ടില്ല. ക്ലബ്ബല്ല, മൊത്തത്തില് ഈ ഓണം വേറെ രീതിയിലോട്ട് മാറി. ഇപ്പം ഞാൻ പല സംസ്ഥാനങ്ങളിൽ സഞ്ചരിക്കുന്നവരാണ്. ഇതൊക്കെ അവിടുത്തെ ആഘോഷവും ഇവിടത്തെ തമ്മിൽ സെയിം ആയി. ഓണത്തിന് ഒരു പ്രത്യേകതയൊന്നുമില്ല, ചുമ്മാ ഒരു ആഘോഷം. ഇപ്പം ക്രിസ്മസ് വന്നാലും ഓണം വന്നാലും എല്ലാം വന്ന ഒരേപോലെ ആയി. പൈസ കടയിൽ നിന്ന് സിറ്റിയിൽ വരുത്തി ഊണ് കഴിക്കുക, ആ ഒരു ലെവലായി. എല്ലാ ഫാമിലിയും ഒത്തുകൂടുന്ന ഒരു രീതിയൊക്കെ മാറി. ഇപ്പം എല്ലാരും ടൂർ പോകുന്നു. നാട്ടിലെ ഉണ്ടാവില്ല ഓണം എവിടെയെങ്കിലും പുറത്ത് പോവുക, അവിടെ മുമ്പ് എല്ലാ ഫാമിലിയും ഒരുമിച്ച് എവിടെയൊക്കെ പോയാലും തിരിച്ചിങ്ങോട്ട് കൂട്ടുകുടുംബത്തിലോട്ട് വന്ന് അവിടെ വന്ന് ആഘോഷിക്കുന്നു. അവിടെ ചെറിയ കളികളും കാര്യങ്ങളായിട്ട് അങ്ങ് പോകും. വയസ്സായവർ ഒത്തുകൂടും, ഒരേ പ്രായത്തിലുള്ളവർ അങ്ങനെ ഗ്രൂപ്പായിട്ട് കൂടി. ചേട്ടൻ്റെ അവിടെ ഇത്തവണ ഓണം ക്ലബ്ബായിട്ട് നല്ല ഗ്രാൻഡായിട്ട് നടത്തുകയാണ്. അവിടെ ഉണ്ട്, അവിടെ കുറെ ക്ലബ്ബുകളുണ്ട്. എന്റെയൊക്കെ ചെറുപ്പത്തിലെ ഓണം എന്ന് പറയുന്നത് ഞങ്ങൾക്കൊക്കെ വലിയ സന്തോഷവും ആഘോഷവും ഒക്കെ ഉള്ള ഒരു സംഭവമായിരുന്നു. കാരണം ഈ കടുവാകെട്ട്, അതുപോലെ തന്നെ ഓണത്തിന്റെ ആഘോഷങ്ങൾ. പിന്നെ അന്നത്തെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിൽ ഏറ്റവും ദാരിദ്ര്യം കുടികുത്തുന്നിരുന്ന കാലമാണ്. സാധാരണ ജനങ്ങളൊക്കെ നല്ല രീതിയിൽ നിന്ന് ഭക്ഷണം കഴിക്കുന്നത് തന്നെ ഓണത്തിന്റെ കാലഘട്ടത്തിലായിരുന്നു. അവരെ സംബന്ധിച്ച് കാണാ എഴുതി ഓണം ഉണ്ണണം എന്നുള്ള ഒരു പഴഞ്ചൊല്ലാണല്ലോ ഉണ്ടായിരുന്നത്. അപ്പൊ അങ്ങനെ എല്ലാ തരത്തിലും സന്തോഷത്തിന്റെ ഒരു കാലഘട്ടമായിരുന്നു. വലിയ ഏതാണ്ടൊരു ഓണം എന്ന് കേൾക്കുമ്പോൾ തന്നെ ചിങ്ങമാസത്തിന്റെ ഒന്നാകുമ്പോൾ തന്നെ ഓണത്തെ പറ്റിയുള്ള ഒരു സന്തോഷങ്ങൾ കുട്ടികളുടെ ഇടയിലൊക്കെ എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ വലിയൊരു സന്തോഷത്തോടു കൂടിയാണ് നമ്മളിത് കണ്ടിട്ടുള്ളത്. എന്നാൽ ഇന്ന് വളരെ മാറ്റം വന്നു. കാരണം ഇന്ന് എല്ലാവരും റെഡിമെയ്ഡ് ഓണമാണ്. ഇന്നെല്ലാവരും ഓണം, എല്ലാ കാലഘട്ടത്തിലും ഓണം എന്നുള്ള ഒരു പ്രതീതിയാണല്ലോ അനുഭവപ്പെടുന്നത്. അപ്പോൾ അതിൻ്റെതായ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഇന്ന്. കാരണം എല്ലാവരും എന്നും സന്തോഷത്തോടു കൂടി തന്നെയാണ് കഴിയുന്നത്. അപ്പോൾ ആ ഓണത്തിന്റെ മുൻപുള്ളതിൽ നിന്ന് വ്യത്യസ്തമായ അന്നത്തെ അത്രയുള്ള പ്രസക്തി ഇന്ന് ഓണത്തിന് കാണാൻ കഴിയും. വീട്ടിൽ തന്നെ ഒരുങ്ങി കഴിക്കുക എന്നുള്ളത് ഏറ്റവും വലിയ പ്രത്യേകതയാണ്. ഇപ്പം അങ്ങനെയൊന്നുമല്ല. ഇപ്പം കൂടുതലും ചെറുപ്പക്കാരൊക്കെ ഇഷ്ടപ്പെടുന്നത് ഇതുപോലെ പുറത്തു പോയൊക്കെ കഴിക്കാനും ഒക്കെയാണ്. എന്നാലും സാധാരണ വീടുകളിലൊക്കെ ഓണം ആ ഒരു ഓണ ദിവസമെങ്കിലും ഒരുങ്ങാറുണ്ട്. ഓണം പണ്ടത്തെ ആൾക്കാരുടെ ഒരു ഇത്. അങ്ങനെ പിള്ളേർക്ക് ആർക്കും ഇതൊന്നും അറിയത്തില്ലല്ലോ. ഓണം എന്താന്ന് പോലും അറിയത്തില്ല. ഓണം എല്ലാ മതസ്ഥർക്കും ഒരുപോലെ ആഘോഷിക്കാനും സന്തോഷിക്കാനും ഉള്ള ഒരു സീസണാണ്. അതിലെ മതവും ജാതിയും എല്ലാവരും തന്നെ ഒരുമിച്ച് ഈ പറഞ്ഞ പോലെ അത്തകടലും മാവേലിയെ സ്വീകരിക്കലും എല്ലാം നമ്മളെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ആഘോഷമാണ്. കേരളത്തിന്റെ തന്നെ ഇത് ഇന്ത്യയുടെ ആഘോഷം. ഇന്ന് ഇപ്പോഴത്തെ കുട്ടികളെ പറിക്കുന്നുണ്ടോന്ന് എനിക്കറിയാം. വീട്ടിലൊക്കെ നമ്മൾ അത്ത ഇടുന്നുണ്ട്. ഈ വർഷം ഇടുന്നുണ്ടോ?
ഓണസദ്യയൊക്കെ ഒരു ഞാൻ 16-ാം തീയതിയാണ് നമ്മുടെ സദ്യ. 15-16 ദിവസങ്ങളൊക്കെയാണ് വെച്ചേക്കുന്നത്. അങ്ങനെയാണ്. അല്ലാതെ വീട്ടിൽ തന്നെ ഒരുക്കുകയല്ലേ? അതെ, വീട്ടിൽ തന്നെ. ഇല്ല വീട്ടിൽ തന്നെ ഇപ്പൊ അതാണല്ലോ. അതെ ഇല്ല നമ്മൾ വീട്ടിൽ തന്നെ വെക്കും. ഓരോ കാലഘട്ടത്തിലും വ്യത്യസ്തമായിട്ടുള്ള ഓണമായിരുന്നു. അതായത് കുട്ടിക്കാലം എന്ന് പറയുമ്പോൾ എനിക്കിപ്പോൾ 58 വയസ്സായി. 10-15 വയസ്സ് വരെയുള്ള ഓണം എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ താമസിച്ചിരുന്നതെല്ലാം ഗ്രാമപ്രദേശങ്ങളായിരുന്നു. വയലും മറ്റു ഇതൊക്കെ ഉള്ള പാടങ്ങളും. അവിടുത്തെ ഓണം എന്ന് പറയുമ്പോൾ അത് വേറൊരു ഓണമാണ്. നമുക്ക് കളികളിൽ തന്നെ വളരെ വ്യത്യാസമാണ്. ഇന്ന് അങ്ങനെയൊന്നും കാണാനില്ല. പിന്നെ അതിനുശേഷം ഞാൻ കല്യാണം കഴിച്ചതിന് ശേഷം മക്കളുമായിട്ടുള്ള ഓണം എന്ന് പറയുമ്പോഴത്തേക്ക് നഗരത്തിൽ വന്ന് താമസമാക്കുകയും ഓണം എന്ന് പറയുന്നത് വസ്ത്രങ്ങളുടെ ഒരു വാങ്ങിക്കൂട്ടൽ, മനസ്സിലായില്ല, അതാണ് ഓണം. ഇന്നിപ്പോ സോഷ്യൽ മീഡിയയുടെ കാലം വന്നപ്പോഴത്തേക്ക് ഇതിനൊന്നും പ്രസക്തിയില്ല. അതായത് നമ്മൾ പല കാര്യങ്ങളും ഓണവിശേഷങ്ങൾ ഒരുപാടാവുന്നു. മീഡിയയുടെ എണ്ണം, അതായത് സോഷ്യൽ മീഡിയ ഒരു ഭയങ്കര ഒരു ഇത് തന്നെയാണ് കടന്നു കയറ്റുന്നത്. മറ്റേ ചാനലുകളിലൂടെ ഓണം ആഘോഷിക്കുകയും മറ്റേതൊക്കെ ആയിരുന്നു. സോഷ്യൽ മീഡിയ കൂടെ വന്നപ്പോൾ അതിന്റെ ഒരു അതിപ്രസരം ഉണ്ടെന്ന് തന്നെ പറയാം. വേറൊരു രീതിയിലുള്ള ഒരു ഓണമായി റെഡിമെയ്ഡെന്നും കടന്നു. ഇപ്പൊ വേറൊരു റെഡിമെയ്ഡ് ഓണം പോലെ വേറെ രീതിയിലുള്ള ഓണങ്ങൾ ആയി വരുന്നു. അതെ, ടിവിയിലും എനിക്കൊന്ന് മൊബൈലിലും ഒക്കെ ഓണം ഒതുങ്ങുന്നു തോന്നുന്നു. മറ്റ് കളികൾ തന്നെ ഞങ്ങളുടെ കുട്ടിക്കാലത്ത് വ്യത്യസ്തമായ കളികളുണ്ടായിരുന്നു. നമുക്ക് നാട്ടിൻ പ്രദേശങ്ങളിൽ ഇല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഒരിക്കലും നാട്ടിൻ പ്രദേശങ്ങളില്ല. എല്ലാം നഗരങ്ങളായിപ്പോയി. നമ്മൾ കളിച്ചു നടന്നിരുന്ന നാട്ടിൻ പ്രദേശങ്ങൾ ഇന്ന് ചെന്ന് കഴിഞ്ഞാൽ അവിടെയെല്ലാം കൊച്ചു നഗരങ്ങളായി. അതുകൊണ്ട് വേറൊരു ലെവലായിപ്പോയി ഓണമല്ല. റെഡിമെയ്ഡ് മാവേലി പോലും നമുക്ക് റെഡിമെയ്ഡായിട്ട് ഒരുപാട് പേരെ കിട്ടും. ആ ഒരു യുഗത്തിലാണ് ഇത് ചെയ്യുന്നത്. അറിയാവോ ഓണത്തിന്റെ? മാവേലി എന്താണെന്ന് അറിയാമോ? മാവേലിയെ കുറിച്ച് മാവേലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് കോടയൊക്കെ വെച്ച് വരുന്ന പോകുന്നൊരു ഇതാണ്. പറഞ്ഞോ, മാവേലിയെ പറ്റി അല്ല മാവേലി എന്താണെന്നല്ലോ. ഓണം ആഘോഷിക്കുന്നത് എന്തിനാണെന്നറിയോ? ആഘോഷിക്കണ എല്ലാ വർഷവും ഒരെണ്ണല്ലേ ഉള്ളൂ. വീട്ടിൽ ഓണം ആഘോഷിക്കുന്നുണ്ടോ? അത്തപ്പൂക്ക് ഇടുന്നുണ്ടോ വീട്ടില്? നിങ്ങൾ തന്നെയാണോ അതോ? അല്ല, നമ്മളല്ല. പിന്നെ വീട്ടില് മുതിർന്നവരാണ്. ആരാ ഇടുന്നത്? വീട്ടിലാരാ ഇടുന്നത്? ചേച്ചി അല്ലെങ്കിൽ അച്ഛൻ ആരെങ്കിലും ഇടും. ഇതുവരെ ആഘോഷിച്ചിട്ടില്ല. ഇന്ന് വരെ സദ്യ കഴിച്ചിട്ടുണ്ട്. പണ്ടത്തെ ഓണം ഉണ്ടെങ്കിലല്ലേ ഇന്നത്തെ തലമുറയ്ക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റത്തുള്ളൂ. ഓണം ഉണ്ട്, പൈസ ഉള്ളവർക്കുള്ള ഓണം, അല്ലാതെ സാധാരണക്കാർക്കുള്ള ഓണം അല്ലല്ലോ ഉള്ളത്. ഓണം അങ്ങനെ ഉണ്ടായിരുന്നു. അല്ല, മാറ്റം ഉണ്ടായിട്ടുണ്ട്. ഒരുപാട് മാറ്റം ഉണ്ടായിട്ടുണ്ട്. പണ്ടത്തെ ഓണത്തിന്റെ ഒരു ഇത് ഇപ്പോഴില്ല. ഇപ്പൊ റെഡിമെയ്ഡ് ഓണമല്ലേ. പൈസ കൊടുത്താൽ വരുന്ന വിഭവങ്ങളും ബട്ടൺ അമർത്തിയാൽ പൈസ കൊടുത്താൽ ഉടനെ വരുന്ന ആഹാര സാധനങ്ങൾ. പണ്ട് അങ്ങനെയല്ലല്ലോ. ഒച്ച വിളമ്പി കുടുംബാംഗങ്ങളുമായിട്ട് ഒരുമിച്ചിരുന്ന് ഉള്ളത് നമ്മുടെ ഉണ്ണും. മറ്റേ ഇപ്പൊ അങ്ങനെയല്ല. ഒരു ബട്ടൺ അമർത്തിയ മൊബൈലിൽ 2 ബട്ടൺ അമർത്തിയ ഉടനെ വരുന്ന ഓണസദ്യയായി മാറി. പിന്നെ അതിലെന്തർത്ഥം? ഇനി ആ വരവൊന്നും തിരിച്ചു വരത്തില്ല. അതൊക്കെ അങ്ങ് അന്യം നിന്ന് പോയി. നമ്മളൊന്ന് കൊച്ചുമക്കൾക്ക് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ രീതിയിൽ വളർത്തി കൊണ്ടുവന്നു കഴിഞ്ഞാൽ അവരെ മാറ്റിയെടുക്കാൻ പറ്റത്തില്ല. ഇന്നത്തെ സമൂഹം അത്രയ്ക്ക് മാത്രം എന്തൊക്കെ വേണ്ടാത്തതിനെ കാണിച്ചു കൊടുക്കാമോ അതൊക്കെ കാണിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മീഡിയ ഇതാണ് ആ ഒരു മൊബൈൽ വന്നത്. ആ മൊബൈൽ വഴി എന്തൊക്കെ കാണിച്ചു കൊടുക്കാമോ ആ ഒരു രീതിയിൽ വളരുന്ന കുട്ടികൾ ഇനി ഒരിക്കലും തിരിച്ചു വരത്തില്ല. ആ ഒരു തലമുറ ഇനി ഒരിക്കലും പഴയ തലമുറയിലോട്ട് വരത്തില്ല. ഇന്നത്തെ തലമുറയെക്കാളും വഷളായിരിക്കും ഇനി വരും തലമുറ. അതുകൊണ്ട് ഇനി നമ്മളുടെ കാലത്തുണ്ടായിരുന്ന ഓണമോ ക്രിസ്മസോ അങ്ങനെ ഒന്നും ഇനി തിരിച്ചു വരത്തില്ല. അതിന് ചരിത്രമായിട്ട് ഓർമ്മകളിൽ മാത്രം, നമ്മുടെ ഓർമ്മകളിൽ മാത്രം തങ്ങി നിൽക്കും. കാലത്തുള്ള ഓണവും ഇപ്പോഴത്തെ ഉള്ള ഓണവും തമ്മിൽ നന്നായിട്ട് ഡിഫറൻസ് ഉണ്ട്. പണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ കുടുംബം, കൂട്ടുകുടുംബവും കുടുംബ ബന്ധം തമ്മിലുള്ള ഒരു ആത്മബന്ധം നമുക്ക് അവിടെ കാണുന്നു. പക്ഷെ ഇന്ന് അങ്ങനല്ല. എല്ലാം അവരവരുടെ ഫാമിലിയിൽ ഒതുങ്ങിക്കൂടുന്നതാണ്. മാത്രമല്ല തമ്മിൽ പരസ്പരമുള്ള ഒരു സ്നേഹം അതെല്ലാം ഇല്ലാതായി കഴിഞ്ഞു. പിന്നെ എല്ലാവർക്കും ഹാപ്പി ഓണം. എൻ്റെ ഫ്രണ്ട്സൊക്കെ എപ്പോഴും ഓണത്തിനായിരുന്നാലും ക്രിസ്മസിനായിരുന്നാലും പെരുന്നാളിനായിരുന്നാലും നമ്മൾ തമ്മിൽ കോളേജിലായിരുന്നപ്പോഴും സ്കൂളിലായിരുന്നപ്പോഴും ഒക്കെ നമ്മൾ അടിപൊളിയായിട്ട് ആഘോഷിച്ചതാണ് ഓണമൊക്കെ. കേരളീയരുടെ മഹോത്സവമല്ലേ ഓണം. നന്നായിട്ട് എൻജോയ് ചെയ്തേ ഓണപരിപാടികളും അന്നൊക്കെ പ്രൈസ് വാങ്ങിയതൊക്കെ ഓരോ വടംവലിയും അതൊക്കെ ഓർക്കുമ്പം നല്ലൊരു ഓർമ്മകളാണ്. അതൊക്കെ മിസ്സിംഗ് ആണ്. ഉറപ്പായിട്ട് നമുക്ക് മിസ്. ഞാൻ ഈ വർഷമാണ് ഓണം ആഘോഷിക്കുന്നത്. എൻ്റെ ഫ്രണ്ട്സ് എല്ലാവരും ചേർന്നിട്ട് നമ്മളെല്ലാം ഒരേ മോഡൽ ഡ്രസ്സ് എടുത്ത് കളർഫുൾ ആക്കാനാണ് ആഗ്രഹം. പിന്നെ നമ്മളെ വയനാട്ടിൽ അത് ആലോചിക്കുമ്പോഴത്തേക്കും ചെറിയ രീതിയിലൊന്ന് ഓണം ആഘോഷിക്കണമെന്ന് ഒരിതുണ്ട്. ഇപ്പൊ നമ്മുടെ വയനാട് നടന്ന ദുരന്തം അറിയാലോ.
അപ്പൊ അവിടെ പോയി ഞങ്ങൾ 3 പേരും കുറച്ച് 5 ദിവസത്തെ കളക്ഷൻ ഒക്കെ എടുത്തു. അവിടെ നേരിട്ട് കൊണ്ട് കൊടുത്തു. നമ്മുടെ ഇൻസ്റ്റയിലും ഫേസ്ബുക്കിലൊക്കെ വൈറലാണത്. പക്ഷെ ഓണത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇപ്പം ഒരുപാട് ദുരന്തം നടക്കുന്നു. പക്ഷെ ഓണം നമുക്ക് വർഷത്തിലൊരിക്കൽ വരുന്നതാണ്. മാക്സിമം നമ്മൾ നല്ലൊരു സദ്യ കഴിച്ചു. കാലത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ മാക്സിമം ഓടി വരുന്നത് ഇവിടെയാണ്, ശംഖുമുത്താണ്. മാക്സിമം ഞങ്ങൾ ഓടി വരും. ഇവിടെ പണ്ട് ഊഞ്ഞാലൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോഴാണ് ഊഞ്ഞാലില്ലാത്തത്. അപ്പുറത്തെ സൈഡ് നല്ല കുറെ ഊഞ്ഞാലൊക്കെ കെട്ടിയിട്ടിരിക്കും. നമ്മൾ അവിടെ ഇരിക്കുന്ന ആൾക്കാരെ ഇറക്കി വിട്ടത് നമ്മൾ കയറി എന്താ പറയാ ഊഞ്ഞാലൊക്കെ ആടുന്ന ഒരു ഇതായിരുന്നു. പിന്നെ ഇവിടെയൊക്കെ വന്ന് ഇങ്ങനെ നോക്കി നിൽക്കുമായിരുന്നു പണ്ടൊക്കെ. ഇതൊക്കെ പണ്ടൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു, ചെറുതായിരുന്നു. ഇപ്പോഴാണ് കുറച്ച് ഇതായത്. പണ്ടൊക്കെ സദ്യ കഴിക്കാൻ വേണ്ടി നമ്മൾ കുറച്ച് കൊതിക്കും കേട്ടോ. പക്ഷെ ഇപ്പൊ അങ്ങനല്ല. ഇപ്പൊ എവിടെ പോയാലും സദ്യയുണ്ട്. സദ്യയുണ്ട്. ഓൺലൈൻ ഓർഡർ ചെയ്താൽ മതി. അതെ, ഓർഡർ ചെയ്താൽ. പിന്നെ നമ്മുടെ വീട്ടിൽ നമ്മൾ വെച്ച് കഴിക്കുന്നതിൽ വേറെ ഒരു പ്രത്യേകത ടേസ്റ്റ് ആണ് കേട്ടോ. പണ്ട് നമ്മള് പൂക്കളൊക്കെ ഓരോ വീട്ടിൽ നിന്ന് കളക്ട് ചെയ്ത് നമ്മുടെ വീട്ടിൽ അത്തം ഇട്ട് അങ്ങനെ നമ്മൾ സെലിബ്രേറ്റ് ചെയ്തിരുന്നു. ഇപ്പോഴങ്ങനെയല്ല. അതിനനുസരിച്ച് നമ്മൾ അതിനനുസരിച്ച് സമയം കണ്ടെത്തി ചെയ്യുന്നതാണ്. അന്ന് നമ്മൾ പൂന്ന് പറിച്ച് മുറ്റുന്ന് പറിച്ച് പൂക്കളിടും. ഇപ്പം നമ്മൾ അതിനായിട്ട് ഒരുപാട് കാശ് ചെലവാക്കി നടത്തുന്ന ഒരു ആഘോഷമായിട്ട് വരികയാണ് ഓണം. ആഡംബരമായിട്ട് നമ്മൾ ചെയ്യുന്നുണ്ട്. പിന്നെ വീട്ടിലെ ഹൈലൈറ്റ് എന്ന് പറയുമ്പോൾ സദ്യയും ഓണം അത്തപ്പൂക്കളമാണ്. പിന്നെ എല്ലാവർക്കും ഹാപ്പി ഓണം. കുട്ടിക്കാലത്ത് നമ്മളെന്ന് വെച്ചാൽ നമ്മുടെ ഒരു വലിയൊരു ഫാമിലി എല്ലാവരും കൂടെ ചേർന്നതാണ്. അപ്പം എല്ലാവരും ഒരുമിച്ച് ഒത്തൊരുമയായിട്ട് അങ്ങനെ ഓണം ആഘോഷിച്ചിട്ടുണ്ട്. എന്ന് വെച്ചാൽ നമ്മുടെ വീടിന്റെ ഫ്രണ്ടിൽ തന്നെ ഊഞ്ഞാലിടുകയും അത്തം ഇടുകയും അങ്ങനെയൊക്കെ. ഇപ്പോൾ അത് കാണാനേ ഇല്ല. ഇപ്പം വരുന്ന ജനറേഷനിൽ ഇപ്പം നമ്മുടെ മക്കൾക്കായിരുന്നാലും, എനിക്ക് മോളുണ്ട്, മക്കൾക്കായിരുന്നാലും അത് കാണിച്ചു കൊടുക്കാൻ നമ്മുടെ മുറ്റം എന്ന് പറയുന്നതില്ല. നെരുങ്ങി വീടുകളുമായി. അപ്പോ ഇങ്ങനെ ആയപ്പോഴത്തേക്ക് നമുക്ക് മുറ്റം എന്ന് പറയുന്നതില്ല. നമുക്ക് അവർക്കൊരു ഊഞ്ഞാല് കെട്ടിക്കൊടുക്കാനോ അങ്ങനെയൊന്നുമില്ല. എന്തെങ്കിലും നമുക്ക് പണ്ട് നമ്മൾ വീട്ടിൽ ഊഞ്ഞാലാടാൻ ആഗ്രഹിച്ചിരുന്നെങ്കിൽ ഇന്ന് നമ്മൾ പുറത്തെവിടെയെങ്കിലും ഊഞ്ഞാലുള്ള സ്ഥലത്ത് കൊണ്ടുപോയി അതുപോലെ ഇപ്പോ ഏറെക്കുറെ പേരും ഞാൻ കണ്ടിട്ടുള്ള എന്താന്ന് വെച്ചാൽ ഓണത്തിന്റെ സമയത്ത് പുറത്ത് പോയാണ് അവര് ഫുഡ് കഴിക്കുന്നത്. ഫാമിലി ആയിട്ട് പോയി പുറത്ത് ഹോട്ടലിൽ പോയി ഫുഡ് ഓണസദ്യ കഴിക്കുക. കാരണം എന്തും പുറത്ത് സുലഭമായിട്ട് കിട്ടും എന്നുള്ള ഇത് ആ ഒത്തൊരുമയുടെ ഇത് അങ്ങ് പോയി. ഓണം സ്പെഷ്യൽ എപ്പിസോഡ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. Stay tuned. Bye bye.